ഒരു കപ്പൽ മുങ്ങിയപ്പോഴത്തേന് 10-15 ദിവസത്തെ ജോലി അതങ്ങ് പോയി. പിന്നെ ഈ സീസണാന്ന് പറഞ്ഞ് ഒരു പണിയും ഇവിടെ നടന്നില്ല. പിന്നെ ഇവിടെ കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഇപ്പം ദാരിദ്ര്യം തന്നെയാണ്. പിന്നെ ഈ സർക്കാർ 6 കിലോ അരി തന്നത് കൊണ്ടൊന്നും ഒരു കുടുംബവും ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സർക്കാരിന് ഒരു അരിവുണ്ടെങ്കിൽ എത്രയും ഒരു 10-15 ദിവസത്തിന് മുമ്പേ ഇതൊന്ന് തുറന്നു കിട്ടിയ ഞങ്ങളെപ്പോലുള്ളവർക്ക് അരി മേടിക്കാൻ പറ്റും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമായിരിക്കുകയാണ്. ജൂലൈ 31 വരെയാണ് ഇത്തവണ ട്രോളിംഗ് നിരോധനമുള്ളത്. അതായത് 52 ദിവസങ്ങൾ. ഞാനിപ്പോൾ ശക്തികുളങ്ങര ഹാർബറിലാണുള്ളത്. ഇന്ന് പുലർച്ചെ, അതായത് അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ജില്ലാ ഭരണകൂടമൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ നീണ്ടകര ഈ പാലത്തിൻ്റെ സ്പാനുകളെ ബന്ധിച്ചുകൊണ്ട് ചങ്ങല ഇടുക എന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു. അതോടുകൂടെയാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കടലിലേക്ക് പോകാനായിട്ട്, അതായത് യന്ത്രവൽകൃത ബോട്ടുകൾക്കോ ഒപ്പം തന്നെ വലിയ ബോട്ടുകൾക്കോ ഒന്നും തന്നെ, ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കൊന്നും തന്നെ കടലിലേക്ക് പോകാനായിട്ടുള്ള ഒരു അനുമതി ഉണ്ടായിരിക്കില്ല. പരമ്പരാഗതമായിട്ടുള്ള വള്ളങ്ങൾക്ക് ഉൾപ്പെടെയുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കായിരിക്കും മത്സ്യബന്ധനത്തിനുള്ള ഒരു അനുവാദം ഉണ്ടാവുക. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ട്രോളിംഗൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രോളിംഗ് ഇന്ന് നിലവിൽ വരികയാണ്. സർക്കാർ റേഷൻ ഉൾപ്പെടെയുള്ള സഹായങ്ങളൊക്കെ നൽകുമെന്നാണ് പറയുന്നത്. ഒരു മാസത്തിൽ 6 കിലോ അരി തന്നാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? എൻ്റെ ഭർത്താവ് വന്ന് 14 വർഷം കൊണ്ട് സുഖമല്ല വീട്ടിലിരിക്കുക. ഞാൻ ഇവിടെ വന്ന് 10, 200, 300 കിട്ടിയാൽ കഴിയുന്നത്. ഈ 52 ദിവസം നമ്മൾ ഈ ആൾക്കാരെ കയ്യിൽ നിന്ന് കാശ് പൈസ, ഇപ്പം 2 ആഴ്ച ഇവിടെ കോളെടുത്ത് നമുക്ക് പണിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചിലവിന് പോലും ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന് 200 വീതം കിട്ടിയാൽ ഇപ്പോഴത്തെ സാധനയുടെ വിലയ്ക്ക് നമുക്കൊന്നും തികയത്തില്ല. ഇപ്പോൾ 52 ദിവസം നമ്മൾ കഴിയണേ. കറിക്കുമ്മീൻ മേടിക്കാൻ തന്നെ 10,000 രൂപ വേണം കേട്ടോ മോനെ. കറിക്കുമ്മീൻ മേടിക്കാൻ തന്നെ 10,000 രൂപ വേണം. പിന്നെ മരുന്ന് മേടിക്കണം. വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊന്നു മോനെ കേട്ടോ. മീനൊക്കെ ഉണ്ടോ? ഈ അവസാന ദിവസമാണ് തോന്നുന്നത് കണവയൊക്കെ വന്നത്. ബോട്ടുകാർക്ക് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല. പിന്നെ ഇനിയും പണി കിട്ടുന്ന സമയമാണ് അന്നേരം ഇവർ പൂട്ടുന്നത്. പണി കിട്ടേണ്ട സമയത്താണ് പൂട്ടിയിടുന്നത്. അതാണ് ഞങ്ങൾക്ക് പട്ടിണി. അതാണ് ഇവരൊക്കെ പറയുന്നത്. എന്താ ചേട്ടാ, മീനൊക്കെ ഉണ്ട്? എന്തോ ഒരു അവസ്ഥ? ഇനിയിപ്പോൾ 52 ദിവസം ബുദ്ധിമുട്ടിലായിരിക്കുമോ? 52 ദിവസം കഷ്ടം താ. പിന്നെ നാട്ടിലെ കട്ടുമരം അത് അങ്ങനെ പെയ്യെ പോവും. അതൊക്കെ എന്താ പണിക്ക് പോവും. ഈ ഇവരനുഭവിച്ച മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ഈ കണ്ടെയ്നറൊക്കെ വന്ന് അടിഞ്ഞതോടുകൂടെ ബോട്ടുകൾക്ക് നാശനഷ്ടം ഉൾപ്പെടെ ഉണ്ടാകും. ഒരുപാട് നാശനഷ്ടങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അതിന് പേര് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ നഷ്ടങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അത് പറയാൻ പറ്റത്തില്ല ആ നഷ്ടങ്ങളൊന്നും. അത്രയും വലയൊക്കെ നശിക്കും. വലയും ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് മീന് വിലയില്ലാതായി. അങ്ങനെ കടവായ്ക്കും കാര്യങ്ങൾക്കെല്ലാം വളരെ പരിതാപകരമാണ് മൊത്തത്തിൽ. എന്താ ഒരു അവസ്ഥ എന്താണ്? ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പറയാനാണെങ്കിൽ ഒരു കപ്പൽ മുങ്ങിയപ്പോഴത്തേന് 10-15 ദിവസത്തെ ജോലി അതങ്ങ് പോയി. പിന്നെ ഈ സീസണാന്ന് പറഞ്ഞ് ഒരു പണിയും ഇവിടെ നടന്നില്ല. പിന്നെ ഇവിടെ കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഇപ്പം ദാരിദ്ര്യം തന്നെയാണ്. പിന്നെ ഈ സർക്കാർ 6 കിലോ അരി തന്നത് കൊണ്ടൊന്നും ഒരു കുടുംബവും ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സർക്കാരിന് ഒരു അരിവുണ്ടെങ്കിൽ എത്രയും ഒരു 10-15 ദിവസത്തിന് മുമ്പേ ഇതൊന്ന് തുറന്നു കിട്ടിയ ഞങ്ങളെപ്പോലുള്ളവർക്ക് അരി മേടിക്കാൻ പറ്റും. ഇവിടെ ഒരു ലക്ഷക്കണക്കിന് ജനം ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. അന്നേരം ഒരു സർക്കാരിൻ്റെ ഒരു സ്ഥലത്ത് 10-50 പേര് ജീവിക്കുന്ന കണക്കല്ല. അന്നേരം അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറയാം. ഒരു 10-15 ഇവരുടെ ആവശ്യം അത് തന്നെയാണ്. ഒന്ന്, ഈ ട്രോളിങ്ങിൻ്റെ സമയം ഒന്ന് പുനഃക്രമീകരിക്കുക. ഒപ്പം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, ഈ 52 ദിവസം എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ട്രോളിംഗ് നിരോധനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത്രയുമെങ്കിലും അവർക്കൊരു ആശ്വാസമാകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. സർക്കാർ ഇക്കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി പഠിച്ച് അനുഭവപൂർവമായുള്ള തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. ശക്തികുളങ്ങരയിൽ നിന്നും ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.